കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിനുകാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. പ്രേമ പ്രേമ കർത്താവ് സംസാരിക്കുന്നു, പ്രേമ പ്രേമ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, റേമ ഈ ശുശ്രൂഷയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും നമുക്ക് അടിയറവ് വയ്ക്കാം. നമ്മളായിരിക്കുന്നിടത്ത് ഹൃദയം തുറന്ന് വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിനു വേണ്ടി ദാഹിക്കാം. ഷക്കേന ന്യൂസ് ചാനലിലൂടെ ജൂൺ മാസം 29 മുതൽ അടുത്ത ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് മാസം 7 വരെ നടത്തപ്പെടുന്ന പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുക എന്ന പരിത്യാഗ പ്രാർത്ഥന ശുശ്രൂഷയുടെ ഒരുക്ക ശുശ്രൂഷയായിട്ടാണ് ഇന്നത്തെ ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. വളരെ പ്രാർത്ഥനയോടെ സ്വർഗത്തിൻ്റെ ദൂതുകൾക്കായി, കർത്താവ് നമുക്ക് തരുന്ന ആലോചനകൾക്കായി, നമ്മുടെ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം വെളിപ്പെടുത്തിയ ദൈവീക മുന്നറിയിപ്പുകൾ ശ്രവിക്കുവാനായി ആഗ്രഹിച്ച് നാം എല്ലാവരും ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ആവശ്യങ്ങളും നിങ്ങൾക്ക് സന്ദേശമായി അയക്കാവുന്നതാണ്. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലേക്കും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, ഇതെല്ലാം ഒരു നിയോഗമായി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ശുശ്രൂഷയുടെ സമാപനത്തിൽ നമ്മൾ ഒരുമിച്ച് കർത്താവായ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. 94-ാം സങ്കീർത്തനം 16-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. ആരെനിക്കു വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും? ആരെനിക്കു വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും? ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും. ദൈവമായ കർത്താവ് നമ്മോടൊരു ചോദ്യം ചോദിക്കുക. ഈ തലമുറയിൽ ആരാണ് എനിക്ക് വേണ്ടി
പാപത്തിനെതിരെ എഴുന്നേൽക്കുക. ഈ തലമുറയിൽ ആരാണ് എനിക്ക് വേണ്ടി ദുഷ്ടതയ്ക്കെതിരെ, ലോകത്തിൽ നടമാടുന്ന അതിക്രമങ്ങൾക്കെതിരെ, ലോകത്തിലുള്ള ദുഷിപ്പുകൾക്കെതിരെ എൻ്റെ ശബ്ദമായി, എൻ്റെ സാന്നിധ്യമായി ആരാണ് എഴുന്നേൽക്കുക? ഇത് സ്വർഗത്തിൻ്റെ നൊമ്പരമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിൻ്റെ കണ്ണുനീരിതാണ്. ലോകത്തിന് അതിക്രമങ്ങൾക്ക് വേണ്ടി ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്യാൻ ഇന്ന് അധികം ആളുകളില്ല. നമ്മുടെ അമ്മമാതാവ് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ അധികം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഒരുപാട് ആത്മാക്കള് നിത്യനരകത്തിലേക്ക് പോവുകയാണ്. കർത്താവിൻ്റെ ഈ ചോദ്യത്തിന് മറുപടി നൽകുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആരെനിക്ക് വേണ്ടി സംസാരിക്കും? ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും? പാപത്തിനെതിരെ, അശുദ്ധിക്കെതിരെ, എല്ലാവിധ തിന്മകൾക്കുമെതിരെ ആരാണ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുക? ഐ ആം റെഡി ലോർഡ്. കർത്താവേ, ഞാൻ തയ്യാറാണ്. എൻ്റെ കുടുംബം തയ്യാറാണ്, എൻ്റെ സമൂഹം തയ്യാറാണ്. ഇത് കർത്താവിനോട് ഏറ്റുപറയുവാനുള്ള സമയമാണിത്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായം 2-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. അന്ത്യോക്യയിലെ സഭയിലെ ശ്രേഷ്ഠന്മാര്, ആദിമ സഭ പ്രാർത്ഥനയുടെ സഭയായിരുന്നു, ഉപവാസത്തിന്റെ സഭയായിരുന്നു, അവർ കർത്താവിനെ ആരാധിക്കുന്ന സഭയായിരുന്നു. അവർ ഒരുമിച്ച് ശ്രേഷ്ഠന്മാർ സമ്മേളിച്ചിരിക്കുകയാണ്. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവരോട് പറഞ്ഞു, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാലഘട്ടത്തിന് വേണ്ടി, ലോകത്തിനു വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിനു വേണ്ടി, പീഡിത സഭയ്ക്ക് വേണ്ടി, വിശ്വാസ ത്യാഗികളായ ആത്മാക്കൾക്ക് വേണ്ടി, മന്നോഷായ ആത്മാക്കൾക്ക് വേണ്ടി, മാരക പാപത്തിൽ ജീവിക്കുന്ന ഒരാത്മാവിന് വേണ്ടി, അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന സകല ആത്മാക്കൾക്ക് വേണ്ടി, ഭ്രൂണഹത്യ ചെയ്യുന്നവരെ, നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നവർക്ക് വേണ്ടി, അത് പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് വേണ്ടി, ജഡീക പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, എന്റെ സഹോദരി സഹോദരങ്ങളെ ചങ്ക് പൊട്ടി പരിത്യാഗമെടുത്ത് സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള അനേകരെ ഈ നാളുകളിൽ കർത്താവിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ഇത് സ്വർഗത്തിന്റെ നിലവിളിയാണ്. ഇത്രയും നാള് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത് വളരെ നല്ലതാണ്. പലപ്പോഴും നമ്മുടെ ഉപവാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കർത്താവ് കരുണ കാണിച്ചു, കർത്താവ് ദയ കാണിച്ചു, വിശ്വസ്തയോടെ നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ ഇനിയുള്ള നാളുകള് നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി സ്വർഗത്തിന്റെ നിലവിളികൾക്ക് വേണ്ടി, സ്വർഗത്തിന്റെ കണ്ണുനീരിനു വേണ്ടി, നശിക്കുന്ന ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി, മർദ്ദിത സഭ നമുക്ക് നൈജീരിയയിലും പാകിസ്ഥാനിലും മിഡിൽ ഈസ്റ്റുകളിലുള്ള സഭകള് വളരെ കഷ്ടങ്ങളിലൂടെ, ഒരുപാട് പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ സഹോദരി സഹോദരങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ബലപ്പെടുത്തുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്വർഗം ചോദിക്കുക, ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കരമുയർത്താൻ, ഉപവസിക്കാൻ, മുട്ടുമടക്കാൻ, ശംഖുപൊട്ടാൻ, നിലവിളിക്കാൻ, പരിത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യും. നമ്മൾ ചിന്തിക്കണേക്കാളും അധികമായി നമുക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കും. ഹല്ലേലൂയാ. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 52-ാം വചനത്തിൽ, ആ വചനം നമുക്കൊന്ന് വായിക്കാം.
എന്താ കർത്താവ് പറഞ്ഞത്? ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അവിടെ 56-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 56. കപടനാട്യക്കാരി, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ കർത്താവ് ചോദിക്കുകയാണ്, ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തത്? ലോകത്തിൽ നടമാടുന്ന ഈ വിനാശങ്ങള്, മഹാമാരികള്, പകർച്ചവ്യാധികള്, പ്രകൃതിക്ഷോഭങ്ങള്, അടിക്കടിക്കുണ്ടാകുന്ന ദുരന്തങ്ങള്, ദുരിതങ്ങള്, ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങള്, ഇതൊന്നും അവിചാരിതങ്ങളല്ല. കർത്താവ് ചോദിക്കുക, എന്തുകൊണ്ട് കാലത്തെ വ്യാഖ്യാനിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? കർത്താവിനോട് പറയാൻ, കർത്താവേ ജ്ഞാനം നൽകണം, കർത്താവേ കൃപ നൽകണം, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയാൻ അഭിഷേകം നൽകണം. ഈശോ 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 ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഒപ്പമുണ്ട്. ഇത് അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ തേജസ് ഇറങ്ങി വരുന്നു. അനേകം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം വ്യാപരിക്കുകയാണ്. കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുക. ഈശോയെ 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 കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം കർത്താവേ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ ജ്ഞാനം തരണമേ, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയാൻ കൃപ തരണമേ, സ്വർഗത്തിന്റെ കണ്ണുനീരിന് മറുപടി നൽകാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ അപ്പോയിന്റ് ചെയ്യണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി 3 പ്രാവശ്യം സ്നേഹത്തോടെ വിളിച്ച്, പരിശുദ്ധാത്മാവേ 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 വരിക വരിക, ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് വരിക, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരിക, ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക് വരിക. ദൈവ തേജസ്സായി, ദൈവ ശക്തിയായി, ദൈവ കൃപയായി, ദൈവ സാന്നിധ്യമായി ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ പരിശുദ്ധാത്മാവേ നിറയുക. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. എല്ലാവരും സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച് ഈശോ നാമം വിളിച്ച് ജ്ഞാന ചൈതന്യം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ, ശക്തിയുടെ സാന്നിധ്യം നിറയട്ടെ. ഈശോയെ ഈശോയെ സ്തുതിക്കുന്നു. ആരാധന. ആമേൻ ആമേൻ. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാ. കണ്ണു തുറന്നു കണ്ടിടുവിൻ, ആമേൻ ആമേൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമാ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥില്ലർ. ചേർത്ത് പാടുകേ. ആമേൻ ആമേൻ. മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ലാസലേറ്റും ഫാത്തിമയും മെജുഗൊറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടിൽ നാശത്തിൽ ചെന്നെത്തിയിടും. ഈശോയെ ഈശോയെ ഈശോയെ. കരങ്ങൾ ഉയർത്തി ഒരു 3 പ്രാവശ്യം അമ്മ മാതാവിനോട് ചേർന്ന് ഈശോ എന്ന് വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, ഈശോയെ ലോകത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ലോകത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ കരുണ ചൊരിയണമേ, കരുണ കാണിക്കണമേ, കരുണ ചൊരിയണമേ. ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ചേർന്ന് പാടാം. ലോകരാജ്യങ്ങളെ സാത്താൻ ഭരിക്കുന്നു, തിന്മകൾ നന്മയായി മാറ്റിയിടുന്നു. ലോകരാജ്യങ്ങളെ സാത്താൻ
തരണം, കൃപ തരണം. നന്മയായി മാറ്റിയിടുന്നു. ദൈവനിഷേധവും വിശ്വാസത്യാഗവും ലോകത്തിലെങ്ങും പെരുകിയിടുന്നു. കൃപ തരണം കർത്താവേ, കരുണ ഒഴുക്കണം കർത്താവേ, ലോക ജനതയുടെ ഈശോയേ ലോകത്തിലെങ്ങും പെരുകിയിടുന്നു. കുതന്ത്രങ്ങൾ മെനയുന്നു, ആത്മാക്കളെ തകർക്കാൻ നോക്കുന്നു. സാത്താൻ കുതന്ത്രങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പാടുക. ആമേൻ. ആത്മാക്കളെ തകർക്കാൻ നോക്കുന്നു. വിശുദ്ധർ വിശുദ്ധിയിൽ നന്നായി വിളങ്ങട്ടെ. തൂവള്ളവ വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ദിനങ്ങളാണിത്. പാപത്തെ വിട്ടുപേക്ഷിച്ച് ഈശോയേ കൃപ തരണം, കൃപ തരണം. തൂവെള്ള വസ്ത്രവും കരുതിയിടട്ടെ. വ്യാജ പ്രഭു ഈശോയെ ചേർന്ന് പാടാം, ചേർന്ന് പാടാം. കർത്താവേ കൃപ തരണമേ. വ്യാജ പ്രബോധകർ, വ്യാജ പ്രവാചകർ, ആത്മാക്കൾ കെണികളിലകപ്പെടുന്നു. എല്ലാവരും പാടിക്കേ. ഇവിടെയാണ് ജ്ഞാനം നമുക്ക് വേണ്ടത്. സഭ അറിയണം, വിശ്വാസ സത്യങ്ങൾ അറിയണം. കെണികളിലകപ്പെടുന്നു. കരുണതൻ ദിനങ്ങളിൽ കരുണയ്ക്കായി കേഴുവിൻ. നീതി വെളിപ്പെടാൻ നേരമായി. ഈശോയേ കരുണതൻ ദിനങ്ങളിൽ കരുണയ്ക്കായി കേഴുവിൻ. നീതി വെളിപ്പെടാൻ നേരമായി. നോഹയിൻ ദിനങ്ങൾ ഓർക്കുവിൻ. ലോകത്തിൻ മോഹങ്ങൾ വെടിയുവിൻ. എല്ലാവരും ചേർന്ന് പാടിക്കേ. നോഹയിൻ ദിനങ്ങൾ ഓർക്കുവിൻ. ലോകത്തിന്റെ ജഡമോഹങ്ങളെല്ലാം വിട്ടുപേക്ഷിക്കുക. മോഹങ്ങൾ വെടിയുവിൻ. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിലൂടെ അന്ത്യത്തിൽ കർത്താവിൻ വരവാഗതമായി. കാലത്തിനടയാളം ഈശോയേ, ഈശോയേ കൃപ തരണം, കൃപ തരണം, കൃപ തരണം. ആമേൻ, ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ തേജസ്സിനായി ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവ് തരുന്ന അഭിഷേകത്തിനായി ആഗ്രഹിച്ചുകൊണ്ട്, കർത്താവ് തരുന്ന കൃപയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാം മറന്ന് ഹൃദയം തുറന്ന് സ്വരമുയർത്തി ഒരു മനസ്സോടെ വിളിക്കുന്നു. ഈശോയേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ദേശദേശാന്തരങ്ങളിലേക്ക്, തിരുസഭ മുഴുവനിലേക്കും, സമർപ്പിത സമൂഹങ്ങളിലേക്ക്, ഓരോ കുടുംബത്തിലേക്ക്, യുവജനങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, ദമ്പതികളിലേക്ക്, ബഹുമാനപ്പെട്ട സമർപ്പിതരിലേക്ക്, വന്യവൈദികരിലേക്ക്, സഭാ നേതൃത്വം മുഴുവനിലേക്കും കർത്താവേ കൃപ നിറഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക പീഡകള്, നാരിക ശക്തികള്, തിന്മയുടെ പോരുകള്, അന്ധകാര ആധിപത്യ അധികാര ശക്തികള് ഈശോ നാമത്താൽ, ഈശോ രക്തത്താൽ, യേശു വചനത്താൽ, യേശുവിന്റെ തിരുവിള അനന്ത യോഗ്യതയാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ദൈവകൃപ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ, ദൈവ തേജസ് ഇറങ്ങട്ടെ. എല്ലാ അന്ധകാരത്തിന്റെ പ്രവൃത്തികളും എല്ലാവിധ പൈശാചിക പീഡകളും കർത്താവിന്റെ തേജസ്സിനാൽ നിർവീര്യമാകട്ടെ. ബുദ്ധിയിലുള്ള അന്ധകാരം മാറട്ടെ, അജ്ഞത മാറട്ടെ, ഹൃദയകാഠിന്യം മാറട്ടെ, ചഞ്ചലത മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ. കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം നിറയട്ടെ, കൂട്ടായ്മകളിൽ ദൈവ തേജസ് നിറയട്ടെ, സഭാ സമൂഹങ്ങളിൽ ദൈവശക്തി നിറയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. അമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഇന്ന് ലോകത്തെ നോക്കി കണ്ണുനീരൊഴുക്കുകയാണല്ലോ. അമ്മയുടെ കണ്ണുനീര് നശിക്കുന്ന തൻ്റെ മക്കളെ പ്രതിയാണല്ലോ. അമ്മയോട് ചേർന്ന് ഞങ്ങൾ ലോകം മുഴുവനെയും തിരുസഭയെയും ഞങ്ങൾ കുടുംബങ്ങളെയും സമർപ്പിത സമൂഹങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെ ഈ സമയം സന്ദേശമായിട്ട് അയക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഷെക്കേന ന്യൂസ് ചാനലിലെ ഈ വരുന്ന ജൂൺ 29 മുതൽ ആരംഭിക്കാൻ പോകുന്ന പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക, ഇത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ശുശ്രൂഷ കർത്താവ് തൻ്റെ ജനത്തിന് നൽകുന്നത്. അമ്മ മാതാവിനോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന് നമ്മൾ ലോകത്തിനു വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വലിയ അത്ഭുതങ്ങളാണ് ഈ ശുശ്രൂഷയിലൂടെ സ്വർഗം നമുക്ക് സമ്മാനിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്ക ശുശ്രൂഷയാണ് നമ്മൾ ഇന്ന്. എന്തിനാണ് ഈ ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത്? പലരും എന്നോട് ചോദിച്ചു, ഈ 40 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ ഈ സമയത്ത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അതിശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞായിരുന്നു, അഭിമന്യ പിതാക്കന്മാരോടും കർത്താവിൻ്റെ ശക്തിയോട് ഉപയോഗിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തരിലൂടെ ഒക്കെ സംസാരിച്ചപ്പോൾ ഇത് കാലഘട്ടത്തിന് വേണ്ടി സ്വർഗം ഒരുക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലായി. പരിശുദ്ധ അമ്മ ലോകത്തിൽ പല ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്കറിയാം. അമ്മ മാതാവ് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ ദൂതുകൾ അറിയിച്ചു. അതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസമാണ്. ഇനി ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഒരേ ഒരു വഴിയുള്ളൂ, അത് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വഴിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തെ വീണ്ടെടുക്കുവാനായിട്ട്, ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട്, ഈ ലോകത്തിൻ്റെ അതിക്രമങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, സകലവിധ തിന്മകളിൽ നിന്ന് ഈ ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ സ്വർഗം നമുക്ക് തരുന്ന ഏക മാർഗം പ്രാർത്ഥനയും പരിത്യാഗവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം മനസ്സിലാക്കി ഈ നാളുകളിൽ നമ്മൾ കൂടുതൽ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് സഹനങ്ങൾ കൃപകളായി സ്വീകരിച്ച് പ്രാർത്ഥിക്കുവാൻ മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ ദിനങ്ങളിൽ സ്വർഗം അതിയായി ആഗ്രഹിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഇതിനുള്ള ബന്ധത്തിൽ തന്നെയാണ്. സ്വർഗത്തിൻ്റെ നിലവിളിക്ക് ആര് മറുപടി നൽകും? സ്വർഗത്തിൻ്റെ കണ്ണുനീരിനെ മറുപടി നൽകുവാൻ ഈ തലമുറയിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നുണ്ട്,
തെസ്സലോനി സഭയ്ക്കെതി 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 20-21 വചനങ്ങളിൽ എന്താണ് ശ്ലീഹ സഭാ മക്കളോട് പറയുന്നത്? പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം ശ്രദ്ധിക്കണം, പ്രവചനങ്ങളെ നിന്ദിക്കരുത്. പരിശുദ്ധ ത്രിത്വം അമ്മ മാതാവിലൂടെ പരിശുദ്ധ മറിയത്തിലൂടെ നമുക്ക് നൽകുന്ന സ്വർഗീയമായ പ്രവചനങ്ങള്, കാലഘട്ടത്തിന്റെ സന്ദേശങ്ങള്, മാനസാന്തരത്തിന്റെ സന്ദേശങ്ങള്, അനുതാപത്തിന്റെ സന്ദേശങ്ങള്, പാപപരിത്യാഗത്തിനുള്ള സന്ദേശങ്ങള്, ഇത് നമ്മൾ അവഗണിക്കരുത്. നമ്മൾ ഇത് വിട്ടുകളയരുത്. ഇത് നമ്മുടെ കാര്യമല്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ ചവിട്ടിക്കളയരുത്. പരിശുദ്ധാത്മാവ് പറയാ, സ്വർഗീയ പ്രവചനങ്ങളെ, പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന് നൽകുന്ന പ്രവചനങ്ങളെ നിന്ദിക്കരുത്, അവഗണിക്കരുത്. അതിനെ നമ്മൾ മറന്ന് മുന്നോട്ട് പോകരുത്. തുടർന്ന് എന്താണ് വചനം പഠിപ്പിക്കുന്നത്? എല്ലാം പരിശോധിച്ചു നോക്കുക. എല്ലാം പരിശോധിച്ചു നോക്കുക. നമ്മളെല്ലാം പരിശോധിക്കണം. കർത്താവിന്റെ ജ്ഞാനത്തിൽ നമ്മളൊരു സുവിശേഷ പ്രസംഗം കേട്ട് അതിന്റെ പുറകെ പോവല്ല. നമുക്കറിയാം, ഇന്ന് ഒരുപാട് കൾട്ട് ഗ്രൂപ്പുകൾ, സെക്റ്റുകളൊക്കെ ഒരുപാട് ഇന്ന് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ ആശയങ്ങൾ പറയാനും പ്രചരിപ്പിക്കുവാനും സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് വളരെ വളരെ എളുപ്പമാണ്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന പ്രബോധനങ്ങള്, നമ്മൾ കേൾക്കുന്ന വചനങ്ങള്, ഇത് സഭയുടെ പ്രബോധനങ്ങൾക്ക്, വിശ്വാസ സത്യങ്ങൾക്ക്, കർത്താവിൻ്റെ വചനത്തിന്, സഭയുടെ പാരമ്പര്യങ്ങൾക്ക് ചേർന്നതാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മളത് വിവേചിച്ചറിയണം. പൗലോസ്ലീഹ ദൈവജനത്തോട് പറയുക, നിങ്ങളെല്ലാം പരിശോധിച്ച് നോക്കണം. കാരണം വളരെ വഴിതെറ്റിപ്പോകുന്ന ഒരുപാട് വ്യക്തികൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. ശരിയായ വഴിയിൽ നിന്ന് അവർ വ്യതിചലിച്ചപ്പെട്ടു പോകുന്നു. പലരും അന്യമത വിശ്വാസങ്ങളിലേക്ക് പോകുന്നു. പലരും പല സെക്റ്റുകളിലേക്ക് പോകുന്നു. മറ്റു പലരും പല പ്രത്യയ ശാസ്ത്രങ്ങളുടെ പുറകെ പോകുന്നു. വേറെ ചിലരെ വളരെ വിചിത്രങ്ങളായ പ്രബോധനങ്ങളിൽ ആകൃഷ്ടരായി സത്യവിശ്വാസം ഉപേക്ഷിച്ച്, സഭ ഉപേക്ഷിച്ച് അവർ പലപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഇത് പിശാചിന്റെ ട്രാപ്പാണ്, സാത്താൻ വയ്ക്കുന്ന കെണികളാണ്. ഇതാണ് പരിശുദ്ധാത്മ പറയുന്നത്, നിങ്ങൾ പരിശോധിച്ച് നോക്കി നല്ലവയെ മാത്രം, സഭയോട് ചേർന്ന് വിശ്വാസ സത്യങ്ങളോട് ചേരുന്ന, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തോട് ചേരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ മുറുകെ പിടിക്കണം. ബാക്കി സകലത്തിനെയും നമ്മൾ വിട്ടുകളയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വീണ്ടും സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ സഭാമക്കളെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ എന്താണ് പത്രോസ്ലീഹ പറയുന്നത്? സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുക. ശ്രദ്ധിക്കണമേ ഈ വചനം. നമ്മളിത് അവഗണിക്കരുത്, ഇതറിയാതെ പോകരുത്. എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്? സകലത്തിനെ അവസാനം സമീപിച്ചിരിക്കുന്നു. നമുക്കറിയാം, കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു അവസാന മണിക്കൂറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ലോകം അവസാനിക്കുന്നല്ല എൻ്റെ അർത്ഥം. ഈ പാപയുഗത്തിന് കർത്താവിന് അറുതി വരുത്താൻ പോവുക. തിന്മ നിറഞ്ഞ, പാപം നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിന് ദൈവം അറുതി വരുത്തി കൃപയുടെ, സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ ഒരു പുതിയ യുഗം ദൈവം നമുക്ക് സമ്മാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇതുപോലെ ലോകത്തിന് അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഇതാണ് പരിശുദ്ധാത്മ പറയുന്നത്. കാലം അതിന് അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ എന്താ കാണാൻ കഴിയുന്നത്? നമുക്ക് സന്തോഷിക്കാൻ അധികം വക കിട്ടുന്നില്ല, പ്രത്യാശിക്കാൻ അധികം വകയില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സെക്കൻഡ് ന്യൂസിൽ ചർച്ച് ടുഡേ എന്നുള്ള വാർത്തയിൽ അറിയാതെ ഹൃദയം വേദനിച്ചു പോയി. യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരിക്കുകയാണ് ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി, അബോർഷൻ ചെയ്യാൻ.
ഇനി അതിനുവേണ്ടി സ്ത്രീകൾ വരുമ്പോൾ ഡോക്ടർമാർ വിസമ്മതിച്ചാൽ അവർക്കെതിരെ കേസെടുക്കുന്ന വിധത്തിൽ കഠോരമായി കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന, സ്വർഗത്തിനെ വേദനിപ്പിക്കുന്ന, ഈശോയുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന അതികഠോരമായ പാപകരമായ നിയമങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, യൂറോപ്പിലുള്ള ബിഷപ്പ് സിനഡ് ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ആ രാജ്യത്തിൻ്റെ തലവന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ പാപത്തിന് കൂട്ടുനിന്ന് ലോകത്തെ കൂടുതൽ കൂടുതൽ ദുഷിപ്പിക്കുകയാണ്. ഇതുപോലെ 7-8 കോടി കുഞ്ഞുങ്ങളാണ് ഭ്രൂണഹത്യയിലൂടെ കൊല ചെയ്യപ്പെടുന്നത്. നമ്മളൊരു സത്യം മനസ്സിലാക്കണം. വിശ്വാസത്യാഗവും അതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള അക്രമങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും മതപീഡനവും മാനസാന്തരമില്ലാതെ അനുതാപമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾ, മാരകപാപത്തിൽ ജീവിക്കുന്നവര്, ജഡീകപാപത്തിൽ ജീവിക്കുന്നവര്, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മന്നോഷരായ ആത്മാക്കള്, സ്വാർത്ഥരും ധനമോഹികളുമായ ആത്മാക്കള്, വിവിധങ്ങളായ മാഫിയ സംഘടനകൾ, നമുക്കറിയാം സെക്സ് മാഫിയ ഇന്ന് അതിശക്തമാണ് ലോകത്തില്, നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ. അവയവ മാഫിയ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയകള്, ഗുണ്ടാ സംഘങ്ങളുടെ മാഫിയകള്, കള്ളക്കടത്ത് മാഫിയകള്, ലഹരി മാഫിയകള്, ഇങ്ങനെ പോവുകയാണ് ലിസ്റ്റ്. ഇതെല്ലാം കർത്താവിൻ്റെ ഹൃദയത്തിന് ഒരുപാട് ഒരുപാട് നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാ ഉള്ളത്? ഈ അതിക്രമങ്ങൾക്ക് ദൈവകരുണ ഒഴുകപ്പെടുവാൻ, ലോകത്തിൽ സമാധാനമുണ്ടാകാൻ, ഈ ഹൃദയ കാഠിന്യത മാറിപ്പോകാൻ, ദൈവമക്കളെ, സ്വർഗത്തിന്റെ നിലവിളി നമ്മൾ തിരിച്ചറിയണം. സ്വർഗത്തിന്റെ കണ്ണുനീര് നമ്മൾ മനസ്സിലാക്കണം. അതാണ് പത്രോസ്ലീഹ പറഞ്ഞത്, ഇത് പ്രാർത്ഥനയിൽ ജാഗരൂകത പാലിക്കേണ്ട സമയമാണ്. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ COVID-19 നമ്മളെ പഠിപ്പിച്ച സത്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. ഈ മഹാമാരിയിലൂടെ ദൈവം ചില സത്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എന്താണ്? ഇത് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ നിന്ന്, സുഖഭോഗ ആസക്തികളിൽ നിന്ന്, സുഖലോലുപതയുടെ പിടിയിൽ നിന്ന്, കർത്താവിനെ വേദനിപ്പിക്കുന്ന എല്ലാ പാപത്തിന്റെ വെറി കൂത്തുകളിൽ നിന്ന് ദൈവജനം പിന്മാറി പ്രാർത്ഥിക്കുവാൻ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് പരിത്യാഗമെടുക്കുവാൻ, നമ്മൾ മുന്നോട്ട് വരുവാൻ സ്വർഗം നമുക്ക് തന്ന ചില അടയാളങ്ങളാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, യേശുവേ നന്ദി. യേശുവേ നന്ദി. നമ്മളിത് അറിയാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. 1634 ഇക്കഡോറിൽ അവിടെ ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ, വാഴ്ത്തപ്പെട്ട മദർ മരിയാൻ ഓഫ് ജീസസ് ടൊറാസിൻ, ഈ പാവപ്പെട്ട കന്യാസ്ത്രീക്ക് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന പേരിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുകയാണ്. സ്വർഗത്തിന്റെ വേദന, സ്വർഗത്തിന്റെ കണ്ണുനീര് ഈ പാവപ്പെട്ട കന്യാസ്ത്രീയിലൂടെ ലോകത്തെ സ്വർഗം അറിയിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധയായ കന്യാസ്ത്രീ 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങള് 4-5 നൂറ്റാണ്ടുകൾക്ക് മുന്നമേ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ് അമ്മ മാതാവിലൂടെ. ഈ 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭ നാളിൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം 4-5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വർഗം ഈ പാവപ്പെട്ട സിസ്റ്ററിലൂടെ, മദർ മരിയാനയിലൂടെ വെളിപ്പെടുത്തി. 1906 മദർ മരിയാനയുടെ ശവകുടീരം തുറന്നപ്പോൾ അത്ഭുതമായി. 300-400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ശരീരം അഴുകിയിട്ടില്ലായിരുന്നു. മാത്രമല്ല, ആ മൃതശരീരത്തിൽ നിന്നും അലൗകികമായ സുഗന്ധം പ്രസരിച്ചു. ഈ പ്രവചനങ്ങളെല്ലാം 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മുതൽ സാത്താന്റെ പ്രവർത്തികൾ പെരുകുന്നതായി, അത് ലോകത്തിലെ സഭയിലും പെരുകുന്ന വെളിപ്പെടുത്തലുകളാണ് നൽകിയത്.
ഒരിക്കൽ നിങ്ങൾ ഒരുമിച്ച് ആ സ്ക്രീൻ നോക്കിയിട്ട് വായിക്കുക. ഒരിക്കൽ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ മദർ മരിയാന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സക്രാരിയുടെ മുന്നിലെ കെടാവിളക്ക് അണഞ്ഞുപോയി. ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതൊക്കെ സഭ അംഗീകരിച്ച വെളിപ്പെടുത്തലുകളാണ്. ഇത് സഭയുടെ വിശ്വാസ സത്യങ്ങളുമായിട്ടോ സഭയുടെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ ഒന്നും ഇതിലില്ല. ഇതൊക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും നമ്മൾ കൂടുതൽ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും കടന്നു വരുവാനും പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന്റെ ചൈതന്യത്താൽ നിറയപ്പെടുവാനും സ്വർഗം നമുക്ക് സമ്മാനിക്കുന്ന ദൈവീക വെളിപ്പെടുത്തലുകളാണ്. അവിടെ എന്താ സംഭവിച്ചത്? ആ വിളക്ക് അണഞ്ഞുപോയി. അത് വീണ്ടും കൊളുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അലൗകികമായൊരു പ്രകാശത്താൽ ചാപ്പല് മുഴുവൻ നിറഞ്ഞു. ആ ധവളശോഭയിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ! അമ്മ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അമ്മ കരയുകയാണ്. ഈ സമയത്ത് മദർ മരിയാനെ ചോദിച്ചു, അമ്മേ, എൻ്റെ പാപങ്ങളാണോ അമ്മയുടെ ദുഃഖത്തിന് കാരണം? അമ്മ പറഞ്ഞു, ഒരിക്കലുമില്ല. ദുഷ്ടത നിറഞ്ഞ 20-ാം നൂറ്റാണ്ടിനോർത്താണ് ഞാൻ വിലപിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, 16-ാം നൂറ്റാണ്ടിലാണ് സ്വർഗത്തിൻ്റെ ഈ പ്രവചനങ്ങൾ വെളിപ്പെട്ടത്. 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അമ്മ മാതാവ് പറയാണ്, മോളെ, ഞാൻ കരയുന്നത്, ഞാൻ നിലവിളിക്കുന്നത് 20-ാം നൂറ്റാണ്ടിനെ ഓർത്താണ്. നമുക്കറിയാം, പിശാച് അവന്റെ പ്രവർത്തനങ്ങൾ അതിൽ ഉച്ചകോടിയിൽ എത്തിച്ച നൂറ്റാണ്ടാണ് ഈ കാലഘട്ടം. ലോക ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത വിധത്തിലുള്ള മ്ലേച്ഛതകളും തിന്മകളും അതിക്രമങ്ങളും വഴിവിട്ട ലൈംഗിക അരാജകത്വങ്ങളും സുഖഭോഗങ്ങളും എല്ലാം ഇന്ന് ഒരുപാട് ലോകത്തിൽ പെരുകി പ്രിയപ്പെട്ടവരെ. 20-ാം നൂറ്റാണ്ടിനോർത്ത് അമ്മ കരയുകയാണ്. തുടർന്ന് എന്താ പറഞ്ഞത്? പെട്ടെന്ന് അവൾ പിതാവായ ദൈവത്തിന് സ്വരം കേട്ടു. അതോടൊപ്പം ക്രിസ്തുവിന്റെ ശിരസിന് മുകളിലായി നിലകൊള്ളുന്ന 3 വാളുകൾ തെളിഞ്ഞു വന്നു. അവൾ കേട്ട ശബ്ദം ഇപ്രകാരമായിരുന്നു. നമുക്ക് ഒരുമിച്ച് വായിക്കാം. പാഷാണ്ഡതകൾ ശിക്ഷിക്കപ്പെടും, ദൈവദൂഷണം ശിക്ഷിക്കപ്പെടും, അശുദ്ധി, കർത്താവിന്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത അശുദ്ധ പാപങ്ങള്, മ്ലേച്ഛ പാപങ്ങള് ശിക്ഷിക്കപ്പെടും. താൻ കണ്ട 3 വാളുകളും ഈ 3 മേഖലയിലെ ശിക്ഷകളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് മദർ മരിയാനയ്ക്ക് മനസ്സിലായി. അമ്മ മാതാവ് മരിയാനോട് പ്രകാരം പറഞ്ഞു, സ്നേഹത്തിന്റെ തടവുകാരനാണ് ഈശോയുടെ മുന്നിലെ ദീപം കെട്ടുപോയതായി നീ കണ്ടുവല്ലോ. അതിന് പല അർത്ഥങ്ങളുമുണ്ട്. എന്നിട്ട് അതിന് അർത്ഥങ്ങൾ അമ്മ മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന് ഒന്നാമത്തെ അർത്ഥം നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. നമ്മൾ ഇതിനൊക്കെ വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ഹൃദയ വിചാരങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് പ്രാർത്ഥിക്കണം. അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് പ്രാർത്ഥിക്കണം. ഇത് സ്വർഗത്തിന്റെ കണ്ണുനീരാണ്. ഒന്നാമത്തെ അർത്ഥം ഇതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ പുതിയ ആശയങ്ങൾ സഭയിൽ മുളപ്പൊന്തും. ധാർമ്മിക അപജയം മൂലം വിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയങ്ങളിൽ കെട്ടുപോകും. നമുക്കറിയാം, ഈ കോവിഡ് നാൾ വിശ്വാസ അണികൾ ക്ഷയിച്ചു പോയി. എന്തിനാ പള്ളിയെ പോകുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ കുദാശകള്? എന്തിനാ കുമ്പസാരം? എന്തിനാ വിശുദ്ധ കുർബാന? വിശ്വാസത്തിന്റെ വെളിച്ചം കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ മാതാവ് കരയുകയാണ്. വിശ്വാസത്യാഗം സംഭവിച്ച തൻ്റെ മക്കളെ നോക്കി സ്വർഗം വിലപിക്കുന്നു. തുടർന്ന് പറഞ്ഞത് എന്താണ്? വ്യക്തികൾക്കും സമൂഹത്തിനും അക്കാലയളവിൽ വലിയ കഷ്ടപ്പാടുകൾ അനുഭവപ്പെടും. സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ കളിയാക്കപ്പെടുകയും, ഇന്ന് സത്യവിശ്വാസം സൂക്ഷിക്കുന്നവരെ, അതിലുള്ള വൈദികരെ, സമർപ്പിതരെ, അൽമായരൊക്കെ നിന്ദിക്കപ്പെടുന്നു, അപഹസിക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ അവരെ പരിഹസിക്കുന്നു, അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നു, ഇല്ലാ കഥകൾ പറയുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ സമൂഹത്തിന് മുമ്പിൽ പരസ്യമായി അവഹേളിക്കുന്നു. ഇതൊന്നും അവിചാരിതങ്ങളല്ല, സ്വർഗം വെളിപ്പെടുത്തിയ സത്യങ്ങൾ ഇതൊക്കെ. തുടർന്ന് അമ്മ പറഞ്ഞു, എന്താ അമ്മ പറഞ്ഞത്? ഒറ്റപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും.
അത് ഡിസ്പ്ലേ ചെയ്യും മക്കളെ. പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. രണ്ടാമത്തെ അർത്ഥം, അടുത്ത അർത്ഥം എന്തായിട്ടാണ് പറയുന്നത്? അനേകം പുരോഹിതർ ദുഷിപ്പിക്കപ്പെടുകയും. രണ്ടാമത്തെ അർത്ഥത്തിൽ പറയാണ് അനേകം പുരോഹിതർ ദുഷിപ്പിക്കപ്പെടുകയും നല്ല പുരോഹിതർ ഞെരുക്കപ്പെടുകയും. നമുക്കിത് കാണാൻ പറ്റും. പൗരോഹിത്യത്തിന് സമർപ്പിത ജീവിതങ്ങളൊക്കെ ദുഷിക്കുന്ന കാര്യങ്ങൾ. നല്ല പുരോഹിതർ ഞെരുക്കപ്പെടും, അവഹേളിക്കപ്പെടും, നിന്ദിക്കപ്പെടുകയും ചെയ്യും. മതപ്രതിപത്തിയുള്ള സമൂഹങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. വിവേകവും നൈപുണ്യമുള്ള നിർദ്ദേശകരുടെ കുറവ് മൂലം യഥാർത്ഥ ദൈവവിളികൾ നഷ്ടമാകും. നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെല്ലാം നേരിടുന്ന വലിയ ക്രൈസിസ്. ദൈവവിളികൾ ഇല്ലാതാകുന്നു, ദൈവവിളികൾ കുറഞ്ഞു വരുന്നു. ഇതെല്ലാം സ്വർഗം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. യഥാർത്ഥ ദൈവവിളികൾ നഷ്ടമാകും. സന്യാസ സമൂഹങ്ങൾ യൂറോപ്പിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അടച്ചു പൂട്ടപ്പെടുന്നു. അവ അഗാധമായ വെറുപ്പും ദുരിതങ്ങളും ഏറ്റുവാങ്ങി വിസ്മൃതമാകും. ഇന്ന് സമർപ്പിതർക്കെതിരെ ഒരുപാട് അപഖ്യാതികളും അപമാനങ്ങളും, ഒറ്റപ്പെട്ട ചില സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചില വ്യക്തികളൊക്കെ സമർപ്പിതരെ അരിവാരി തേക്കുന്ന വിധത്തിൽ പ്രസ്താവനകളൊക്കെ മാധ്യമങ്ങളിലൂടെ ഇന്ന് പരസ്യമായിട്ട് അവരത് പറയുകയാണ്. വിവേകത്തോടും ജ്ഞാനത്തോടും സന്യാസ രൂപീകരണം നൽകാത്തതിനാൽ നിരവധി ദൈവവിളികൾ നഷ്ടപ്പെട്ടു പോകും. സന്യാസ പരിശീലകർ ആത്മാക്കളെ വിവേചിച്ചറിയുവാൻ കഴിവുള്ളവരും പ്രാർത്ഥനയുടെ മനുഷ്യരുമായിരിക്കണം. മൂന്നാമത്തെ അർത്ഥമായിട്ട് പറഞ്ഞത് വ്യഭിചാര ദുർഭൂതം. എല്ലാവരും ഒരുമിച്ച്, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഒരുമിച്ച് വായിക്കണം. വ്യഭിചാര ദുർഭൂതം എഴുന്നേൽക്കും. എന്റെ പ്രിയപ്പെട്ടവർ, ഇതിന് പ്രത്യേകം വ്യാഖ്യാനത്തിനൊന്നും ആവശ്യമില്ല. ഇന്ന് നമ്മൾ ലോകം മുഴുവൻ കാണുന്നതാണ്. വ്യഭിചാര ദുർഭൂതം, അശുദ്ധ പാപങ്ങള്, വഴിവിട്ട ലൈംഗികമായ അരാജകത്വങ്ങള്, നമുക്ക് പറയാൻ പോലും നമുക്ക് പറ്റാത്ത വിധത്തിൽ ഇന്ന് ഇതുപോലെയുള്ള മ്ലേച്ഛതകൾ പെരുകി ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇപ്പൊ ഇതാ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞു വന്നിട്ട്, ഇതൊക്കെ നല്ലതാണ്. ഇതിലെല്ലാം ഇതുപോലെ പാപത്തിന്റെ അശുദ്ധിയുടെ ഒരുപാട് കെണികൾ പിശാചുരുക്കി വെച്ചിരിക്കുക. അനേകം ചഞ്ചലചിത്തരായ ചാബല്യമുള്ള ആത്മാക്കളെ കെണിയിൽപ്പെടുത്തി നശിപ്പിക്കാൻ. അമ്മ മാതാവ് പറഞ്ഞു, വ്യഭിചാര ദുർഭൂതം എഴുന്നേൽക്കും. പൊതുസ്ഥലങ്ങളിൽ അശ്ലീലതയുടെ പ്രളയം കരകവിഞ്ഞൊഴുകുകയും ചെയ്യും. ലോകത്തിൽ ചാരിത്രശുദ്ധിയുള്ള ആരും തന്നെ ശേഷിക്കാത്ത വിധത്തിൽ. ആരും തന്നെ എന്ന് പറയാൻ അർത്ഥം അത്രമാത്രം ഇത് പെരുകും. വളരെ കുറച്ചു പേരൊക്കെ ഉണ്ടാവുള്ളൂ വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ. കുട്ടികളിൽ നിഷ്കളങ്കത കാണപ്പെടുകയില്ല. പണ്ടത്തെ കുഞ്ഞുങ്ങളാണോ? കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് മൊബൈലിന്റെ അഡിക്ഷനാണ്. ഗെയിം, അത് ഇത്. അനേകം കുഞ്ഞുങ്ങള് അവരിലുള്ള നിഷ്കളങ്കത കുറഞ്ഞു പോകുന്ന. സ്ത്രീകളിൽ പാതിവൃത്യം അവരുടെ ചാരിത്രശുദ്ധികള്, എല്ലാ സ്ത്രീകളല്ല, കുറെയൊക്കെ നമ്മളിന്ന് കാണുന്നില്ലേ? ഭർത്താവും മക്കളുമുള്ള സ്ത്രീ കാമുകിന്റെ പുറകെ ഒളിച്ചോടി പോകുന്നു. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ജഡീക സുഖത്തിന് വേണ്ടി കാമുകന്റെ കൂടെ ഈ ശരീരത്തിന്റെ ഭോഗേച്ഛയ്ക്ക് വേണ്ടി ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു, പാറയിൽ അടിച്ചു കൊല്ലുന്നു, അല്ലെങ്കിൽ കൊന്നു കുഴിച്ചു മൂടുന്നു. ഇതെവിടെ നടക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തില്. സ്ത്രീകളിൽ ചാരിത്രശുദ്ധിയൊക്കെ നഷ്ടപ്പെടും. നിങ്ങൾ ചിന്തിക്കണം, ഇത് 20-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതല്ല, 16-ാം നൂറ്റാണ്ടിൽ അമ്മ മാതാവിലൂടെ സ്വർഗം 20-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന ധാർമ്മികമായ അധപതനം എത്ര വലുതാണെന്ന് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞ് ഈശോയെ നന്ദി, ഈശോയെ നന്ദി. നാലാമത്തെ അർത്ഥമായിട്ട് പറഞ്ഞത് രാജ്യങ്ങൾ തിന്മകളെ വളരാൻ അനുവദിക്കുന്നതിനാൽ യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധി. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ഈ മഹാമാരികൾ, പകർച്ചവ്യാധികൾ, ലോകത്തിലുണ്ടാകുന്ന മറ്റു വിനാശങ്ങള്, തകർച്ചകള്, നാശങ്ങള്, പ്രകൃതിക്ഷോഭങ്ങള്, അസമാധാനങ്ങള്, അക്രമങ്ങള്, തീവ്രവാദങ്ങള്, ഇത് നവിചാരിതങ്ങളല്ല. രാജ്യങ്ങൾ തിന്മകളെ വളരാൻ അനുവദിക്കുന്നത് കൊണ്ട് ക്ഷാമവും പകർച്ചവ്യാധിയും പ്രകൃതിക്ഷോഭങ്ങളും തുടങ്ങിയ ദുരിതങ്ങളിലൂടെ ശിക്ഷിക്കപ്പെടും. ദുഷ്ടത വിജയിച്ചു എന്ന് തോന്നുന്ന ആ കാലഘട്ടം ഭയാനകം തന്നെ. എന്നാൽ അപ്പോഴാണ് എന്റെ സമയം ആഗതമാകുക. അമ്മ മാതാവ് പറയാണ്, സാത്താന്റെ അഹങ്കാരത്തെ ഞാൻ തകർക്കും, അവനെ എന്റെ പാദങ്ങളുടെ കീഴിൽ ഞാൻ കീഴടക്കും. സഭയും റിപ്പബ്ലിക്കുകളും തിന്മയുടെ ക്രൂരമായ ആധിപത്യത്തിൽ നിന്നും സ്വതന്ത്രമാകും. അഞ്ചാമത്തെ അടയാളമായി അമ്മ മാതാവ് പറഞ്ഞ കാര്യം ഇതാണ്. തിന്മ എല്ലായിടത്തും മുന്നേറുമ്പോഴും, സഭ ഞെരുക്കപ്പെടുമ്പോഴും, നമ്മളിന്ന് അനുഭവിക്കുക, സഭ ഞെരുക്കപ്പെടുമ്പോഴും
ശക്തരും സമ്പന്നരുമായ മനുഷ്യർ ശക്തരും സമ്പന്നരുമായ മനുഷ്യർ നിസ്സംഗതയോടെ ജീവിക്കും. ഉണ്ടോ? സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭയുടെ വിശ്വാസ സത്യങ്ങളെ കാക്കുവാൻ, തങ്ങളുടെ ജീവിതം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഭയെ ശക്തിപ്പെടുത്തേണ്ടവര് പലരും നിസ്സംഗതയോടെ അവർക്കിതൊന്നും വിഷയമല്ല, അവർക്കിതൊന്നും ബാധകമല്ല. സഭ അവഹേളിക്കപ്പെടുന്നത്, സഭ അപമാനിക്കപ്പെടുന്നത് അവർക്ക് വിഷയമല്ല. വേണമെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച്, അവരുടെ സമ്പത്ത് ഉപയോഗിച്ച് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാം. പക്ഷേ അവരൊക്കെ നിശബ്ദരാവുകയാണ്, നിസ്സംഗതയുള്ളവരാവുകയാണ്. വിശ്വാസം വീണ്ടെടുക്കുവാനോ സഭയെ പണിതുയർത്തുവാനോ അവർ തങ്ങളുടെ സ്വാധീനവും സമ്പത്തും ഉപയോഗിക്കില്ല. ദൈവമക്കളെ, കർത്താവ് തന്നിരിക്കുന്ന നമ്മുടെ സ്വാധീനങ്ങള്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവുകള്, നമ്മുടെ സാധ്യതകള്, നമ്മുടെ ജീവിതം തന്നെ കർത്താവിൻ്റെ തിരുസഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിനേക്കാളും വലിയ ഒരു അനുഗ്രഹം ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഈശോ പറഞ്ഞത്, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കുക. നമ്മുടെ ജീവിതം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സാധ്യതകള്, നമ്മുടെ അവസരങ്ങള്, നമ്മുടെ സ്വാധീനങ്ങള്, ഇതിലൂടെ സഭയെ ശക്തിപ്പെടുത്തുമ്പോൾ, നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ, സഭയുടെ ശുശ്രൂഷകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക. നമ്മൾ കർത്താവിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് നമ്മുടെ കടക്കാരനാവുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കടമല്ല ഇവിടെ പറയുന്നത്. അതെത്ര ശ്രേഷ്ഠമായൊരു ജീവിതമാണ്. അനുഗ്രഹവും സൗഖ്യവും ഒക്കെ ഈശോ നമുക്ക് തരാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കുമ്പോൾ, ഈശോ തന്ന നന്മകൾ അത് തിരിച്ച് കർത്താവിന് കൊടുക്കുമ്പോൾ ഈശോ നമ്മുടെ കടക്കാരനാവുകയാണ്. അത് സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് മാറുകയാണ്. നമ്മളിത് ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവരായ നമ്മുടെ നിസ്സംഗതയും ക്രൈസ്തവരായ നമ്മുടെ നിശബ്ദതയുമാണ് സഭാവിരുദ്ധരായ, സഭയെ ദ്രോഹിക്കുവാൻ, സഭയെ പീഡിപ്പിക്കുവാൻ, സഭയെ അധിക്ഷേപിക്കുവാൻ ഇന്ന് അനേകർക്കൊരു മടിയും, അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്കറിയാം നമ്മളൊന്നും മിണ്ടില്ല എന്ന്, നമ്മളൊന്നും പ്രതികരിക്കില്ല എന്ന്. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മൾ എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുകയാ. നമ്മൾ പരിശുദ്ധാത്മാവിൽ ഉണരണം, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സാധ്യത കൊണ്ട് സഭയെ ശക്തിപ്പെടുത്തുവാൻ, കർത്താവിനായ ആത്മാക്കളെ നേടുവാൻ നമ്മൾ മുന്നോട്ട് വരണം ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. മറ്റ് സന്ദേശങ്ങളിൽ അമ്മ മാതാവ് പറഞ്ഞു, എൻ്റെ ഈ പ്രവർത്തനത്തെ തടയാൻ നമ്മൾ നമുക്ക് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. കൃത്യമായി മദർ മരിയാനയോട് അമ്മ പറഞ്ഞു, എൻ്റെ ഈ പ്രവർത്തനത്തെ തടയാൻ എന്റെ ശത്രു ആകുന്നത് മുഴുവൻ ചെയ്യും എന്നതിൽ അതിശയോക്തിയില്ല. ഞാൻ സഭയിൽ ചെയ്യുന്നവയെ പറ്റി സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നതാണ്. കണ്ടോ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. പരിശുദ്ധ അമ്മയോട് കിട്ടുന്ന സന്ദേശങ്ങള് സംശയിക്കുക. ഇതൊക്കെയുണ്ടോ, അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. യുക്തിയിൽ ചിന്തിക്കുക, ബുദ്ധിയിൽ ചിന്തിക്കുക. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ഫാത്തിമ സന്ദേശം എടുത്താലും, നമ്മൾ ലൂർദിൽ നൽകപ്പെട്ട സന്ദേശങ്ങൾ എടുത്താലും, മെജുഗുറിയ സന്ദേശങ്ങൾ, ലാസ്ലേറ്റ് സന്ദേശങ്ങൾ, ഇതെല്ലാം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ എന്തിന് നമ്മുടെ കഞ്ചിക്കോട്ട് നമ്മുടെ റാണി ചേച്ചിക്ക് അമ്മ മാതാവ് നൽകിയ സന്ദേശം ഒക്കെ സിമ്പിളായ സന്ദേശങ്ങളാണ്. നമ്മളിത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചിങ്ങനെ കൂട്ടിക്കൊഴിച്ച് കൃപ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞാൽ അവിവേകം കാണിക്കാനല്ല പറയുന്നത്. പൗലോസ് പറഞ്ഞില്ലേ, നിങ്ങളെല്ലാം പരിശോധിച്ച് നോക്കണം. സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമാണോ ഈ സന്ദേശങ്ങൾ? സഭയുടെ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണോ ഈ സന്ദേശങ്ങൾ? കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമാണോ ഈ സന്ദേശങ്ങൾ? അതിലൊരു വിരുദ്ധതയും കാണുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ വർധനവിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ സന്ദേശങ്ങളെ സ്വീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അമ്മ മാതാവ് പറയുക, നമുക്കത് ഡിസ്പ്ലേ ചെയ്യുന്നു, വായിക്കൊന്നും കൂടി വായിക്കാം. ഞാൻ സഭയിൽ ചെയ്യുന്നവയെ പറ്റി സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്നതാണ് അവന്റെ ഏറ്റവും വലിയ ആരാണ് അവൻ? പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം സംശയങ്ങളും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക.
ന്യായവും സാരവത്വമായ യുക്തിവിചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംശയങ്ങൾ അവൻ ഉറപ്പിക്കും. അതിനാൽ ഞാൻ പറയുന്നത് എന്തു തന്നെയായാലും അവ സ്വീകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും മുൻപ് തന്നെ അവയിൽ കുറ്റം കാണുന്ന നമ്മൾക്കുള്ള ഒരു വലിയൊരു വിഷയം കുറ്റം കാണുക, കുറ്റം പറയാ. അതിലുള്ള നന്മ കാണുന്നതിന് പകരം അതിലുള്ള തിന്മ കണ്ട് അവിടെ അങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ കുറ്റം കണ്ടുപിടിച്ച് അതിനെ ഇല്ലാതാക്കാൻ, അതിന് മന്ദീഭവിക്കുവാൻ നമ്മൾ തന്നെ പരിശ്രമിക്കുകയാണ്. ഇത് അമ്മയുടെ വേദനയാണ് പ്രിയപ്പെട്ടവരെ. അമ്മ എന്തുകൊണ്ടാണ് കരയുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, മാതാവ് അവിടെ രക്തക്കണ്ണുനീര് പൊഴിച്ചു, അമ്മ മാതാവോടെ ഇതാ കരയുന്നു. അമ്മയുടെ ആ ഫോട്ടോയിൽ നിന്ന് അല്ലെങ്കിൽ ആ ചിത്രത്തിൽ നിന്ന് ഇതാ കണ്ണുനീരൊഴുകുന്നു, രക്തകണ്ണുനീരൊഴുകുന്നു. പലയിടങ്ങളിലും നമ്മളങ്ങനെ കണ്ടിട്ടുള്ളതാണ്. അതെല്ലാം തട്ടിപ്പൊന്നല്ല, ചിലർക്ക് സത്യങ്ങളുണ്ട്, സ്വർഗത്തിന് ഇടപെടലുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ ഞാനും ഇതൊക്കെ തട്ടിപ്പാന്ന് വിചാരിച്ച് നടന്നതാ. പിന്നീട് പരിശുദ്ധാത്മാവ് ചില സത്യങ്ങൾ മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് ഇത് ഇന്നൊക്കെ ഇങ്ങനെയൊക്കെ പ്രഘോഷിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ പല വിശുദ്ധരായ ആത്മാക്കൾ പങ്കുവെച്ചപ്പോൾ ആ നാളുകളിൽ എനിക്കിതിന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പലതും സ്വീകരിക്കാതെ പോയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെന്നി സാറായിട്ട് സംസാരിച്ചു, കഞ്ചിക്കോട് റാണി ചേച്ചിയായിട്ട് സംസാരിച്ചു. അതുപോലെ ഈ നാളുകളിൽ പല പിതാക്കന്മാരും പല വന്യ വൈദികരൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇത് കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ നിലവിളിക്ക് മറുപടി നൽകാൻ ഈ തലമുറയിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ, ഇനി നമ്മൾ നിസ്സംഗതയിലായിരിക്കേണ്ട സമയമല്ല, നമ്മൾ ഇനി നിഷ്ക്രിയത്വത്തിലായിരിക്കേണ്ട സമയമല്ല. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, മർദ്ദിത സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്യാഗം സംഭവിച്ച എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി, മാർഗപാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി, ഭ്രൂണഹത്യ നടത്തുന്നവർക്ക് വേണ്ടി, പാപകരമായി നിയമങ്ങൾ പാസാക്കുന്നവർക്ക് വേണ്ടി, ദൈവം സ്ഥാപിച്ച യഥാർത്ഥ കുടുംബ സംവിധാനങ്ങളെ തകിടം മറിക്കുന്നവർക്ക് വേണ്ടി, സ്വാർത്ഥരും ധനമോഹികളായവർക്ക് വേണ്ടി, വിശുദ്ധി നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി നിലവിളിച്ച് പ്രാശ്ചിത്തം ചെയ്ത് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനാൽ നിയോഗം ലഭിച്ചവരാണ് നമ്മൾ. ഇതിന്റെ ശ്രേഷ്ഠത ചിലപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. വിശുദ്ധർക്ക് ഇത് പിടികിട്ടി. വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ മേരി മാർഗരറ്റ്, വിശുദ്ധ ജത്രൂത്ത്, വിശുദ്ധ വെറോനിക്ക, വിശുദ്ധ അൽഫോൺസാമ, ഏപ്രസ്യാമ, അമ്മ ത്രേസ്യ, മറിയം ത്രേസ്യ, വിശുദ്ധ വിൻസെന്റ് ഫെറർ, വിശുദ്ധ പേദ്രോ പിയോ, വിശുദ്ധ അന്തോണീസ്, ഇവർക്കെല്ലാം ഈ ദൈവിക വെളിപാടുകൾ മനസ്സിലായത് കൊണ്ടാണ് അവരെല്ലാം കർത്താവിന്റെ തീ പിടിച്ച ആത്മാക്കളായത്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും തീ പിടിച്ചവരാകണം. സ്വർഗത്തിന് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, സ്വർഗത്തിന്റെ കണ്ണുനീരിന് വേണ്ടി തീ പിടിച്ച ആത്മാക്കള്. ഈശോയെ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അമ്മയുടെ തിരുസ്വരൂപങ്ങളിൽ നിന്ന് നമുക്ക് റൊസമിസ്റ്റിക് അമ്മ, നമുക്കിന്ന് ആ റൊസമിസ്റ്റിക് അമ്മയുടെ തിരുസ്വരൂപത്തിൽ നിന്ന് രക്തക്കണ്ണീര് വരുന്നു. അല്ലെങ്കിൽ മാതാവിൻ്റെ പല ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് പലപ്പോഴും അതൊരു അത്ഭുതമാണ്, നമുക്ക് പലപ്പോഴും അതൊരു അടയാളും ആവേശവുമാണ്. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഒരു ചിന്ത അമ്മ മാതാവ് തന്നു. നമ്മൾ നൊന്ത് പ്രസവിച്ച അമ്മ നമ്മെ നോക്കി ചങ്ക് പൊട്ടി വിതുമ്പി കരയുമ്പോൾ നമുക്കാർക്കെങ്കിലും അത് അത്ഭുതമായിട്ട് തോന്നുമോ? നമ്മുടെ ഹൃദയം പൊട്ടില്ലേ? നമ്മുടെ ചങ്ക് തകരില്ലേ? അമ്മ എന്തിനാ കരയുന്നത്? അമ്മ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? നമ്മൾ നൊന്ത് ഹൃദയത്തോടെ ചോദിക്കില്ലേ? അമ്മ കരയുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റണം. മദർ മരിയാന് ചോദിച്ചില്ല, അമ്മ എന്തിനാ കരയുന്നത്? എൻ്റെ പാപത്തെ പ്രതിയാണ് അമ്മ കരയുന്നത്. ഞാൻ അമ്മയെ വേദനിപ്പിച്ചത് കൊണ്ടാണ് കരയുന്നത്. ഇന്ന് അമ്മയുടെ കരച്ചിൽ എന്താണ്? തൻ്റെ ഏകപുത്രനായ ഈശോ തൻ്റെ കുരിശിലെ മരണത്തിലൂടെ നേടിത്തന്ന നിത്യരക്ഷയെ അവഗണിച്ചുകൊണ്ട്, അതിനെ ചവിട്ടിക്കളഞ്ഞുകൊണ്ട് നിത്യനാശത്തിലേക്ക് പോകുന്ന തൻ്റെ മക്കളെ ഓർത്താണ് ഇന്ന് അമ്മ മാതാവ് രക്തക്കണ്ണീരൊഴുക്കി
നിലവിളിക്കുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോയെ, 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 ഈശോയെ. ഈശോയെ ആരാധന. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് സാധിക്കുന്നവർ എഴുന്നേറ്റ് നിന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ദൈവമക്കളെ. സ്വർഗത്തിന്റെ നിലവിളി നമ്മുടെ നിലവിളിയായി മാറണം. സ്വർഗത്തിന്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായി മാറണം. ലോകത്തിന്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ ലോകത്തിൽ ദൈവത്തിന് ന്യായവിധി വെളിപ്പെടുന്നതിനേക്കാൾ മുൻപ്, ദൈവത്തിന് നീതി വെളിപ്പെടുന്നതിനേക്കാൾ മുൻപ് ദൈവ കരുണയായി ഈ ലോകം കഴുകപ്പെടുവാൻ, കർത്താവിന്റെ കരുണയായി ഈ ലോകം ശുദ്ധീകരിക്കപ്പെടുവാൻ, കഠിന പാപികൾ മാനസാന്തരപ്പെടുവാൻ, അനേകം ആത്മാക്കൾ നിത്യരക്ഷ സ്വന്തമാക്കുവാൻ, വിശ്വാസ ത്യാഗികളിൽ വീണ്ടും വിശ്വാസത്തിന്റെ തീ പടരുവാൻ, മാനസാന്തരമില്ലാത്ത ആത്മാക്കൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ, ജഡിക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കള് അനുദപിച്ച് കർത്താവിന്റെ പരിശുദ്ധിയിലേക്ക് കടന്നു വരാൻ. ഈശോ, 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 ഈശോ. വിശ്വാസമില്ലാത്തവരെ, നിരീശ്വരവാദികള്, യുക്തിവാദികള്, ചില പ്രത്യേക ശാസ്ത്രങ്ങളിൽ ആകർഷിക്കപ്പെട്ടവരെ, ചില ഫിലോസഫികളെ പുറകെ പോയി നശിച്ചുകൊണ്ടിരിക്കുന്നവരെ, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവരെ, ഹൃദയകാഠിന്യം ബാധിച്ചവരെ, ഈശോയെ നിലവിളിക്ക് കർത്താവേ. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടായ്മകൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, ബന്ധുമിത്രങ്ങളിൽ ഇപ്രകാരമുള്ള ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ, കർത്താവിന്റെ മുൻപിൽ നിലവിളിച്ച് ഹൃദയം തുറന്ന് കരമുയർത്തി വിളിക്കുന്നു. ഈശോയെ, കരുണ 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 ചൊരിയണമേ, കരുണ ചൊരിയണമേ, കൃപ വർഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങള്, ലോകത്തിന്റെ അതിക്രമങ്ങള്, അധിക്ഷേപങ്ങള്, ദൈവദൂഷണങ്ങള്, ദൈവനിഷേധങ്ങള്, കർത്താവേ കരുണ കാണിക്കണം, കരുണ ചൊരിയണം, കരുണ ചൊരിയണം. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപൊഴിക്കട്ടെ, കൃപൊഴിക്കട്ടെ, കൃപൊഴിക്കട്ടെ. പാപ പൈശാചിക പീഡകള് വിട്ടൊഴിഞ്ഞു പോകട്ടെ. അശുദ്ധിയുടെ കെട്ടുകള്, നാരിക ബന്ധനങ്ങള്, തിന്മയുടെ ബന്ധനങ്ങള്, അവിശ്വാസത്തിന്റെ, ചഞ്ചലിപ്പിന്റെ, സംശയത്തിന്റെ സകല കെട്ടുകളും യേശുനാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. തിരു രക്തത്തിൻ മറവിലാണു ഞാൻ. കുടുംബങ്ങളിൽ ഈ കൃപ വ്യാപരിക്കട്ടെ, ഈ കൃപ വ്യാപരിക്കട്ടെ. അഭിഷേകത്തെ തടയുന്ന, കൃപയെ തടയുന്ന പൈശാചിക പീഡകള്, നാരിക ശക്തികള്, തിന്മയുടെ സ്വാധീനങ്ങള് വിട്ടൊഴിയട്ടെ, വിട്ടൊഴിയട്ടെ, വിട്ടൊഴിയട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. വലത് കരം ഉയർത്തി അമ്മ മാതാവിനോട് ചേർന്ന് ലോകത്തിനു വേണ്ടി നമ്മൾ 3 പ്രാവശ്യം പ്രകാരം ഏറ്റു പറയുന്നു. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഒരു നിമിഷം കൂടെ എല്ലാവരും ശാന്തമായിട്ടിരുന്ന്, എല്ലാവരും ശാന്തമായിട്ടിരുന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പരിശുദ്ധ അമ്മയുടെ അമ്മ മാതാവിൻ്റെ പൊന്നുമോനായിരുന്നു ഫാദർ സ്റ്റെഫാനോ ഗോപി. 1981 സെപ്റ്റംബർ 15-ാം തീയതി ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് അമ്മ മാതാവ് ഇപ്രകാരം പറഞ്ഞു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുന്ന സന്ദേശങ്ങൾ ഇത് മാതാവിൻ്റെ സന്ദേശങ്ങളല്ല, പരിശുദ്ധ ത്രിത്വം അമ്മ വഴി സംസാരിക്കുന്ന കാര്യം. ഇത് സ്വർഗത്തിൻ്റെ ദൂതുകളാണ്, അല്ലാതെ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വന്തം സന്ദേശങ്ങളല്ല ഇതൊന്നും. ഇത് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. പരിശുദ്ധ ത്രിത്വം ലോകത്തോട് സംസാരിക്കുവാൻ തെരഞ്ഞെടുത്ത ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ മറിയം. അതാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ മറിയം, നമ്മുടെ അമ്മ മാതാവ്. അത് ലോകത്തിൽ പല ദിക്കുകളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന സന്ദേശങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത് മാതാവിൻ്റെ സന്ദേശങ്ങളല്ല,
അത് ത്രിയേക ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഫാദർ ഷെഫാന ഗോപിയിലൂടെ സ്വർഗം എന്താണ് വെളിപ്പെടുത്തിയത്? മാതാവായ ഞാൻ എല്ലാ മുന്നറിയിപ്പുകളും നൽകിയിട്ടും കർത്താവിന്റെ കാരുണ്യം നിരന്തരം അടയാളങ്ങൾ നൽകിയിട്ടും മനുഷ്യവർഗം അതിന്റെ വഴങ്ങാത്ത മനുഷ്യർ നമ്മൾ ഓരോരുത്തരും അതിന്റെ വഴങ്ങാത്ത ദൈവനിഷേധത്തിന്റെ വഴിയിൽ ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപം വിട്ടുകളയാതെ, അനുദപിക്കാതെ, മാനസാന്തരപ്പെടാതെ ഈ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളെക്കാൾ സർവ്വ ദുഃഖങ്ങളുടെയും അമ്മയാണ് അമ്മ. അതുകൊണ്ടാണ് അമ്മ ഇന്ന് കണ്ണുനീര് പൊഴിക്കുന്നത്, രക്തക്കണ്ണുനീര് പൊഴിച്ച് അമ്മ നിലവിളിക്കുന്നത്. അമ്മ പറയാ, കാരണം മറ്റേത് കാലഘട്ടത്തെക്കാൾ ഇന്ന് പാപം പെരുകി, തിന്മ പെരുകി, അശുദ്ധി പെരുകി, എല്ലാവിധത്തിലുള്ള മ്ലേച്ഛതകൾ പെരുകി. അമ്മ പറയാണ്, അതുകൊണ്ട് എല്ലാ കാലങ്ങളെക്കാൾ സർവ്വ ദുഃഖങ്ങളുടെയും അമ്മയാണ് ഞാൻ ഇന്ന്. എന്റെ കരുണയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ വീഴുന്നു. വീണ്ടും 1981 ഒക്ടോബർ 13 അമ്മ മാതാ വീണ്ടും പറഞ്ഞു, ഇത് ദൈവനീതിയുടെ മണിക്കൂറത്രേ. ദൈവനീതിയുടെ പാനപാത്രം ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞു. സന്ദേശങ്ങൾ വഴി ഇക്കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു. ഇതാണ് ലൂർദിലും ഫാത്തിമയിലും ഗരബന്ധാളിലും മെജുഗോറിയായിലൂടെയൊക്കെ ഈ സന്ദേശങ്ങളാണ് സ്വർഗം അമ്മ മാതാവിലൂടെ വെളിപ്പെടുത്തിയത്. അമ്മ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും പറയാനില്ല, എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മക്കളെ. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സന്ദേശങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തുടർന്ന് അമ്മ എന്താ പറഞ്ഞത്? പ്രരോധനത്തോടും രക്തത്തെ സാക്ഷി നിർത്തിയും ഇക്കാര്യം ഞാൻ ലോകത്തെ അറിയിച്ചു. ഞാൻ ഇതെല്ലാം ലോകത്തെ അറിയിച്ചു. നമ്മൾ പാടുന്നില്ലേ, മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥി. അമ്മ ഇവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ട് അമ്മ മാതാവിന് നമ്മോട് പറയാനുള്ള കാര്യം എന്താണ്? ഒരുമിച്ചൊന്ന് പാടിക്കെല്ലാവരും. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഇത് അനേക പ്രാവശ്യം അമ്മ ലോകത്തെ അറിയിച്ചു, നമ്മെ അറിയിച്ചു. എന്നാൽ ഇത് ഒരു കൂസലുമില്ലാതെ, ഈ സന്ദേശങ്ങളൊന്നും നമുക്കുള്ളതല്ല എന്ന് ചിന്തിച്ച് നമ്മൾ ഇതിനെ അവഗണിച്ച്, ഇതിനെ മറികടന്ന്, ഇതിനെ മാറ്റിവെച്ച് നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ മുന്നോട്ട് പോവുകയാണ്. എന്താ അമ്മ പറഞ്ഞത്? ഈ അസാധാരണമായ അടയാളങ്ങൾ സ്വീകരിക്കപ്പെടുകയോ വിശ്വസിക്കപ്പെടുകയോ ചെയ്യാതിരുന്നുവെന്ന വസ്തുത തന്റെ മാതൃഹൃദയത്തിൽ ഒരു ആന്തരിക ക്ഷതം ഏൽപ്പിച്ചു കഴിഞ്ഞു. ആന്തരിക ക്ഷതം. അമ്മയുടെ വിമല ഹൃദയം ഇന്ന് ഒരുപാട് മുറിപ്പെട്ടിരിക്കുകയാണ്. അമ്മ മാതാവിന്റെ വിമല ഹൃദയം ഇന്ന് ഒരുപാട് സങ്കടപ്പെടുകയാണ്, ഒരുപാട് വേദനിക്കുകയാണ്. ഇത് തന്നെയാണ് കിബോഹായിലെ ഇമ്മാനുവേൽ സഹദാശിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. നമുക്കൊന്ന് രണ്ട് ആ വെളിപ്പെടുത്തലും കൂടി. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ 40 days ശുശ്രൂഷ എന്തിനാണ് നമ്മൾ മനസ്സിലാക്കണം. ചുമ്മാ നേരം കളയാനല്ല ദൈവമക്കൾ. അതുകൊണ്ട് നിങ്ങൾ അനേകരോട് പറയണം, അപ്പൻ അമ്മയും മക്കൾ ഒരുമിച്ച് കുടുംബമായി ശുശ്രൂഷയിൽ പങ്കെടുക്കണം. ബഹുമാനപ്പെട്ട സമർപ്പിതരെ, സമർപ്പിത സമൂഹങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കണം. നീ ഷെക്കേന ടെലിവിഷൻ കിട്ടാത്തവര് ഷെക്കേന ന്യൂസ് ഓൺലൈൻ വഴി, യൂട്യൂബ് വഴി നമ്മളിത് കാണണം. ശക്തമായിട്ടുള്ള ദൈവിക സന്ദേശങ്ങളിലൂടെ നമ്മൾ ഒരുമിച്ച്, സഭ മുഴുവൻ ഒരുമിച്ച്, അഭിനന്ദ പിതാക്കന്മാരും അന്യ വൈദികരും സമർപ്പിതരും അൽമായ ശുശ്രൂഷകരെല്ലാം ഒരുമിച്ച് നമ്മൾ ഈ സ്വർഗത്തിൻ്റെ നിലവിളിക്ക് മറുപടിയായി ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. 40 ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു പുതിയ കൃപയുടെ വസന്തം നമുക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കിബോഹായിൽ ഇമ്മാനുവേൽ എന്താ വെളിപ്പെട്ട് കിട്ടിയത്? നമുക്ക് ആ വചനം ശ്രദ്ധിക്കാം. അമ്മ പറയാണ്, നന്മ ചെയ്യുവാനുള്ള സമയം ഇനിയും നഷ്ടപ്പെടുത്തരുത്. ഇനി അധികം സമയം അവശേഷിച്ചിട്ടില്ല. നമ്മളൊരു ഫൈനൽ അവറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക, നമ്മളൊരു അവസാന മണിക്കൂറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അധികം സമയം അവശേഷിച്ചിട്ടില്ല. വെളിപാട് 12:12 പറയുന്നതിൽ ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞു. ഇനി അധികം സമയമില്ല, സമയം അടുത്തു. വെളിപാട് പുസ്തകത്തിൽ
കർത്താവിൻ്റെ പല വചനങ്ങളിൽ ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് സഭാമക്കളോട് പറയുന്ന കാര്യം എന്താണ്? സമയം സമാഗതമായി, ഇനി അധികം നേരമില്ല, സമയം അടുത്തു, അന്ധകാരത്തിന് ദിനങ്ങൾ കഴിയാറായി, നിങ്ങൾ സുബോധമുള്ളവരാവുക, പ്രകാശത്തിന് മക്കളാവുക. ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ആവർത്തിച്ച് ദൈവത്തിൻ്റെ അരൂപി നമുക്ക് തരികയാണ്. ഇവിടെ അമ്മ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇനി അധികം സമയം അവശേഷിച്ചിട്ടില്ല, യേശു വരികയും സകലരും അവിടുത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യും. അന്ത്യവിധിക്കായി ഒരുങ്ങുന്നതിൽ നാം ജാഗ്രതയുള്ളവരാകണം. മക്കളെ, ഒരുമിച്ച് എല്ലാവരും ഇത് പറഞ്ഞേ, അന്ത്യവിധിക്കായി ഒരുങ്ങുന്നതിൽ നാം ജാഗ്രതയുള്ളവരാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. വീണ്ടും ലാസലേറ്റിൽ അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മെലാനിക്ക് അമ്മ പറഞ്ഞു, ലാസലേറ്റ് മെസ്സേജ് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചുള്ള പ്രത്യക്ഷീകരണമാണ്. അവിടെ മെലാനിയിലൂടെ എന്താ അമ്മ പറഞ്ഞത്? ആ സന്ദേശം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവകോപത്തിന്റെ സമയം ആഗതമായിരിക്കുന്നു. അതാ നമ്മൾ പലപ്പോഴും ഇന്ന് പ്രിയപ്പെട്ടവരെ ലോകത്തിൽ കാണുന്ന ഈ വിനാശങ്ങള്, തകർച്ചകള്, ഇത് ദൈവകോപത്തിന്റെ അടയാളം എന്നല്ല പറഞ്ഞു വരുന്നത്. എന്നാൽ ഇതിലൂടെയെല്ലാം ദൈവം തന്നെ ചില സ്നേഹ താക്കീതുകൾ തരുന്നുണ്ട്. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളൊന്നും അനുസരിക്കാതെ അത് അവഗണിച്ചുകൊണ്ട് ദൈവനിഷേധത്തിലും ദൈവദൂഷണത്തിലും വ്യഭിചാരത്തിലും അശ്ലീലതകളിലും അതുപോലെ തന്നെ മാരകമായ പാപത്തിലും ധനമോഹത്തിലും വിശ്വാസത്യാഗത്തിലും ദൈവ നിഷേധത്തിലും മുഴുകി മനുഷ്യർ ജീവിക്കുമ്പോൾ കർത്താവൊന്നൊരു വിഷയമല്ല, സുവിശേഷ സത്യങ്ങളൊന്നും അതൊന്നൊരു വിഷയമല്ല. പലർക്കും വിഷയം പണമാണ്, ലോകസുഖങ്ങളാണ്, ലോകത്തിൻ്റെ ഇമ്പങ്ങളാണ്. അമ്മ ഇതുപോലെ ചങ്ക് പൊട്ടി അമ്മ മാതാവ് നിലവിളിയോട് അനേക സന്ദേശങ്ങൾ തന്നിട്ടും പലപ്പോഴും നമ്മളിതൊന്നും മനസ്സിലാക്കുന്നില്ല. സ്വർഗത്തിന്റെ വേദന തിരിച്ചറിയണം ദൈവമക്കളെ, സ്വർഗത്തിന്റെ വേദന തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകോപത്തിന് സമയം സമാഗതമായി, ജനം മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ലെങ്കിൽ ഈ COVID-19 ദൈവം നമ്മോട് അറിയിച്ച സന്ദേശം എന്താ? മാനസാന്തരപ്പെടുക, അനുതപിക്കുക മക്കളെ. ഇത് മാനസാന്തരപ്പെടുവാനുള്ള സമയമാണ്. സുഖഭോഗങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ ആർഭാട വിനോദങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ വെറികൂത്തുകളിൽ നിന്ന്, ജഡിക സുഖങ്ങളിൽ നിന്ന് എൻ്റെ മക്കൾ വേർപെട്ട് എന്നോട് ഐക്യപ്പെട്ട് ജീവിക്കേണ്ട സമയം. COVID-19 പിടിയിൽ നിന്ന് അനേകർ കർത്താവ് രക്ഷിച്ചില്ലേ? വെന്റിലേറ്ററിൽ കഴിഞ്ഞവരെ, ICUവിൽ കഴിഞ്ഞവരെ, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞവരെ ദൈവം കരുണ കാണിച്ച് പുതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നില്ല. എന്തിനു വേണ്ടിയാ? പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ നാമം നിന്നിലൂടെ ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ ജീവിതം, പുതിയ ജന്മം കർത്താവ് തന്ന മക്കളെല്ലാം ശ്രദ്ധിക്കണം. എന്തിനാ ഈ പുതിയ ജന്മം തന്നത്? ഇനി നമുക്ക് തോന്നിയതുപോലെ പോകാനല്ല, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽപ്പെട്ട് ജീവിക്കാനല്ല. ഇനിയുള്ള ജീവിതം ഈശോയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാകണം. അതിനേക്കാൾ ഒരു നന്മ ഈ ലോക ജീവിതത്തിൽ ലഭിക്കാനുണ്ടോ? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇനിയും മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ലെങ്കിൽ മനുഷ്യന്റെ നന്ദികേടുകൾക്കെതിരെ ദൈവനീതിയുടെ കോപം ജ്വലിക്കും. ദൈവകരുണയുടെ നാളുകൾ അവസാനിക്കാൻ പോവാണ്. ദൈവനീതിയുടെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ദൈവകരുണ അപ്പോസ്തലയെ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട്, എൻ്റെ കരുണയെ അവഗണിക്കുന്നവർക്ക് എൻ്റെ നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകേണ്ടി വരും. എല്ലാ കാലത്തും ദൈവം ക്ഷമിച്ച് നമുക്കിങ്ങനെ സുഖമായി പാപം ചെയ്ത് ജീവിക്കാമെന്ന് നമ്മൾ ആരും കരുതണ്ടാട്ടോ.
ഇതിനൊക്കെ ഒരു അറുതിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ നിന്ദികേടുകൾക്കെതിരെ ദൈവനീതിയുടെ കോപം ജ്വലിക്കും. എന്റെ പുത്രൻ തന്റെ ശക്തിയെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതെല്ലാം സംഭവിക്കുവാൻ ആരംഭിക്കുമ്പോഴേക്കും ഭൂതലം മുഴുവൻ അസ്വസ്ഥതകൾ വ്യാപിക്കും. ഭൂതലം മുഴുവൻ ഈ മഹാമാരിയും പകർച്ചവ്യാധിയൊക്കെ അതിന്റെ ചില ലക്ഷണങ്ങളാകാം. നമുക്ക് ആധികാരികമായി പറയാൻ പറ്റത്തില്ല, ആയിക്കൂടാ എന്നുമില്ല. ഭൂതലം മുഴുവൻ അസ്വസ്ഥതകൾ വ്യാപിക്കും. ഭക്തിരാഹിത്യത്തിലേക്കുണ്ട്. ഭക്തി നമ്മുടെ യുവജനങ്ങള്, കുഞ്ഞുങ്ങള് അനേകര് ഭക്തിരാഹിത്യം, വിശ്വാസം ക്ഷയിച്ചു, വിശ്വാസം മങ്ങിപ്പോയി. ഇപ്പോ ഓൺലൈൻ കുർബാന അതുപോലില്ല. കാരണം ഇനിയൊക്കെതിരെ ആവശ്യം എന്താ? 1.5 വർഷമായില്ല, ഇനി ഇതിനൊന്നും ആവശ്യമില്ല. വിശ്വാസം ക്ഷയിക്കുന്നു, ഭക്തിരാഹിത്യം സംഭവിക്കുന്നു, ദൈവഭയം നഷ്ടപ്പെടുന്നു, വിശ്വാസം മങ്ങിപ്പോകുന്നു, വിശ്വാസ ത്യാഗം സംഭവിക്കുന്നു. ഇതല്ലേ അമ്മ മാതാവ് പറഞ്ഞത്? ഭൂതലം മുഴുവൻ ഭക്തിരാഹിത്യത്തിലേക്കും ദുരാസക്തികളിലേക്കും ലോകം വീണുപോകും. ഇതൊക്കെ ആയിട്ടും നമ്മൾ ഇനി പത്രമാധ്യമങ്ങൾ എന്താ കാണുന്നത്? ഈ ദുരാസക്തി, പണത്തോടുള്ള കൊതി. ആ വിസ്മയ പോലുള്ള പെൺകുഞ്ഞുങ്ങൾ എത്ര നിഷ്കളങ്കരായ പെൺകുട്ടികളാണ്. ചിന്തിക്കണം. പണക്കൊതി, ധനമോഹം, സ്വാർത്ഥത, എല്ലാവിധ ആസക്തികളിലും മുഴുകി സുഖഭോഗങ്ങൾക്കായിട്ടുള്ള ജീവിതം. എൻ്റെ ദൈവമേ, നമ്മൾ മീഡിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ വരുന്ന ഓരോ വാർത്തകളൊക്കെ കാണുമ്പോൾ ഹൃദയം മരച്ചു പോവോ. അത്രമാത്രം നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഇന്ന് അനേകം വന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഞാൻ ഒരു 1-2 കാര്യം പറഞ്ഞ് ഈ സെഷൻ നമുക്ക് കർത്താവിന് സമർപ്പിക്കാൻ. ദൈവമക്കളെ, ഇതുപോലെ ഫാത്തിമയിൽ കുട്ടികള് ജസീന്ത, ലൂസി, ഫ്രാൻസിസ്, പോർച്ചുഗലിന്റെ കാവൽ മാലാഖ വന്ന് നൽകിയ സന്ദേശമുണ്ട്. എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക. ഇതാണ് സ്വർഗത്തിന് പറയാനുള്ളത്. പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക. പാപികളെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക. തിരുസഭയ്ക്കായി കൂടുതലായി പ്രാർത്ഥിക്കുക. ലോക സുവിശേഷവൽക്കരണത്തിനായി കൂടുതലായി പ്രാർത്ഥിക്കുക. പീഡിത സഭയ്ക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുക. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേറെ എന്ത് ചെയ്താൽ ഉപദേശം കൊണ്ടൊന്നും ഈ പീഡ വിട്ടുപോയില്ല ദൈവമക്കളെ. മാർക്കോസ് 9:29 പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. പൈശാചിക പീഡകള്, അതിക്രമങ്ങള്, തിന്മകളുടെ അതിപ്രസരങ്ങൾ ഇതിനൊരു അറുതി വരണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും മാത്രമാണ് വഴി. വേറൊരു വഴിയില്ല ദൈവമക്കളെ. പ്രാർത്ഥിക്കുക, കൂടുതലായി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഹൃദയങ്ങളിൽ നിങ്ങൾക്കായി കാരുണ്യത്തിന്റെ പദ്ധതികളുണ്ട്. അത്യുന്നതനായവനെ നിരന്തരം പ്രാർത്ഥനകളും കാഴ്ചകളും സമർപ്പിക്കുക. അതാണ് നമ്മൾ ഈ 40 days കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഈ 40 ദിനങ്ങൾ കഴിയുമ്പോൾ ആയിരങ്ങളെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന്റെ ചൈതന്യം കൊണ്ട് നിറച്ച് സഭയിൽ ഉണർവോടെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടത്തേക്കെതിരായി ചെയ്യപ്പെടുന്ന പാപങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സകല പരിത്യാഗ പ്രവൃത്തികളും കാഴ്ചയായി അർപ്പിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങളുടെ രാജ്യത്തിനായി സമാധാനം യാചിക്കുക. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭാരതത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി. ഞാൻ പോർച്ചുഗലിന്റെ കാവൽ മാലാഖയാണ്. എല്ലാറ്റിനും ഉപരി ദൈവം നിങ്ങളുടെ മേൽ അയക്കുന്ന സഹനങ്ങൾ എളിമയോടെ സ്വീകരിക്കുകയും ക്ഷമയോടെ സഹിക്കുകയും ചെയ്യണം. സഹനങ്ങളെ കൃപകളായി സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ ഒരു പരിത്യാഗമാണ്. സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം വർദ്ധിക്കുകയാണ്. അതോടെ അനേകം ആത്മാക്കൾ രക്ഷപ്പെടുകയാണ്. വീണ്ടും ഫാത്തിമയിലെ കുട്ടികൾക്ക് അമ്മ മാതാവ് നൽകിയ സന്ദേശം എന്താണ്? പ്രാർത്ഥിക്കുക, വളരെ അധികമായി പ്രാർത്ഥിക്കുക. പാപികൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുക. കാരണം ആരും പ്രാർത്ഥിക്കുവാനും പരിഹാരം ചെയ്യാനും ഇല്ലാത്തതിന്റെ പേരിൽ പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും ഇല്ലാത്തതിന്റെ പേരിൽ അനേകം ആത്മാക്കള് നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. പ്രാർത്ഥിക്കാനും പരിത്യാഗം ചെയ്യാനും ആളുകൾ ഇല്ലാത്തതിന്റെ പേരിൽ ഇന്ന് അനേകം ആത്മാക്കൾ എങ്ങോട്ട് പോകുന്നു?
നരകത്തിൽ പോകുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ഉദാസീനത മൂലം എല്ലാവരും ശ്രദ്ധിച്ച് നമ്മുടെ ഉദാസീനത മൂലം, നമ്മുടെ അലസത മൂലം, നമ്മുടെ മടി മൂലം, നമ്മുടെ ആത്മീയ മന്ദത മൂലം, നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, നമ്മൾ പരിത്യാഗങ്ങൾ ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ ഈശോയെ അധികമായി സ്നേഹിക്കാത്തത് കൊണ്ട് ഒരു ആത്മാവ് പോലും ഇനി നരകത്തിൽ പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നുള്ള ഒരു ആഴമേറി ഉറച്ച തീരുമാനത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഉദാസീനത കൊണ്ട്, എൻ്റെ മടി കൊണ്ട്, എൻ്റെ ആത്മീയ മന്ദത കൊണ്ട് ഒരു ആത്മാവ് പോലും ഇനി നരകത്തിൽ പോകാൻ ഞാൻ അനുവദിക്കില്ല. വിശുദ്ധ വെറോനിക്ക ഇതിൽ ഫയറായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തെ ഒരുപാട് സ്നേഹിച്ച ഒരു മഹാവിശുദ്ധയായിരുന്നു വിശുദ്ധയായ വെറോനിക്ക പറഞ്ഞതാണ്, എൻ്റെ അലസത മൂലം, എൻ്റെ ഉദാസീനത മൂലം ഒരു ആത്മാവ് പോലും നരകത്തിൽ പോകാൻ കർത്താവെ ഞാൻ സമ്മതിക്കില്ല. ഈശോയുടെ ഐക്യപ്പെട്ട് ലക്ഷക്കണക്കിന് ആത്മാക്കളെ അവൾ ഈശോയ്ക്ക് വേണ്ടി, കൊച്ചുത്രേസ്യ ഈശോയ്ക്ക് വേണ്ടി നേടി. അൽഫോൻസമ്മ നേടിയില്ലേ? ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം 21:36 എന്താണ് ഈശോ പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 21:36 എന്താണ് കർത്താവ് പറഞ്ഞത്? സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. സംഭവിക്കാൻ പോകുന്ന ഇവയിൽ നിന്നെല്ലാം ദൈവനീതിയുടെ അടയാളങ്ങൾ ലോകത്തിൽ സംഭവിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെന്താ നമുക്ക് ഇതാപ്പോൾ വീണ്ടും പറയുന്നു, 3-ാം തരം ഉണ്ടാകുമ്പോൾ നമുക്കൊന്നും അറിയാൻ പാടില്ല. ഡെൽറ്റ പ്ലസിലേക്ക് പോകുന്നു. ഇപ്പോഴും ഭയാശങ്കകൾ മാറിപ്പോയിട്ടില്ല. വീണ്ടും പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ലോകം ഒരുപാട് സാമ്പത്തികമായി അധപതിച്ചു, ബിസിനസ്സുകൾ തകർന്നു, ജോലികൾ നഷ്ടപ്പെട്ടു. എന്തുമാത്രം വലിയ പ്രതിസന്ധികളിലൂടെയാണ് ലോകം ഇന്ന് കടന്നു പോകുന്നത്. എൻ്റെ സഹോദരങ്ങൾ, നമ്മളൊരു സത്യം മനസ്സിലാക്കണം. ഇതിനുള്ള വഴി ഇനി പ്രാർത്ഥനയാണ്. നമ്മൾ പരിത്യാഗം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് ചില വഴികൾ തുറന്നു തരും. കർത്താവിന് മാത്രമേ ഇനി ഇടപെടാൻ പറ്റൂ. നമ്മുടെ നിസ്സാരത ദൈവം കാണിച്ചു തന്നു. പണത്തിൻ്റെയും അതുപോലെ ടെക്നോളജിയുടെയൊക്കെ നിസ്സാരത ഒരു അതെന്തുമാത്രം ചെറുതാണെന്ന് സ്വർഗം പഠിപ്പിച്ചില്ലേ? ഒരു ചെറിയ വൈറസിൻ്റെ മുമ്പിൽ കർത്താവിന് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. ദൈവത്തിന് മാത്രമേ ഇടപെടാൻ പറ്റൂ. നമുക്ക് വേണ്ട വാതിലുകൾ തുറക്കാൻ, നമുക്ക് വേണ്ട വഴികൾ തുറക്കാൻ ദൈവമായ കർത്താവിന് മാത്രമേ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി, കർത്താവ് ഇടപെടാൻ വേണ്ടി, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി, കുടുംബങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വരാൻ വേണ്ടി, സ്നേഹം തണുത്തുപോയ ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെ തീ പടരാൻ വേണ്ടി, കുടുംബങ്ങൾ ഐക്യത്തിൽ വളരാൻ വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം. അപ്പോൾ സംഭവിക്കാൻ പോകുന്ന പല വിനാശങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കും. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതിനോട് ബന്ധപ്പെട്ടാണ് എസെക്കിയേൽ പ്രവചനം 9:4 നമ്മൾ പ്രകാരം കാണുന്നത്. എന്താ കാണുന്നത്? ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ മ്ലേച്ഛതയ്ക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ 7-8 കോടിയോളം കുഞ്ഞുങ്ങളാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ നിലവിളിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ എത്തുമ്പോൾ, എന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ട് ഇതിന് മാറ്റം വരുന്നില്ല. യൂറോപ്പിൽ നിയമം വന്നിരിക്കുകയാണ് ഇത് കൂടുതൽ ശക്തിപ്പെടുത്താൻ, പ്രാബല്യപ്പെടുത്താൻ. ഗർഭചിത്രം നടത്താത്ത ഡോക്ടർമാരെ കേസെടുത്ത് ജയിലിലടയ്ക്കാൻ. എന്ത് കാടത്തരമായ നിയമം! ഇതൊക്കെ പൈശാചിക നിയമങ്ങളല്ലേ? ഇതിനെ പ്രതിയാണ് സ്വർഗം കരയുന്നത്. അമ്മ മാതാവ് രക്തക്കണ്ണുനീരൊഴുക്കുന്നത് ഇതുപോലെയുള്ള കഠോരമായ പാപങ്ങൾ ചെയ്ത് തൻ്റെ മക്കൾ തന്നെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ്. ദൈവമക്കളെ, പ്രാർത്ഥിക്കണം. ഈശോ പറയാണ്, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുക. ജെറുസലേം പട്ടണത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത്
കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവപൈതലും നെറ്റിത്തടത്തിൽ സ്വർഗം മുദ്രയിടുകയാണ്. ഹോളി സീൽ, പരിശുദ്ധ മുദ്ര, വിശുദ്ധ മുദ്ര, സംരക്ഷണ മുദ്ര. കർത്താവ് മുദ്ര പതിപ്പിക്കുകയാണ്. ഈ മുദ്രയുള്ളവരെ തൊടുവാനോ തകർക്കുവാനോ നശിപ്പിക്കുവാനോ ഒരു മഹാമാരിക്കും ഒരു പകർച്ചവ്യാധിക്കും ഒരു തിന്മയ്ക്കും ഒരു വിനാശത്തിനും സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഉറപ്പോടെ വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പൗലോസിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരുങ്ങാം. കൊരിന്ത്യസ്കാർക്ക് 2 ലേഖനം 11:27 പൗലോസ്ലീഹ പറയാണ്. എന്താ പറയുന്നത്? കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും അഭിഷപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. കണ്ടു. ഉപവാസത്തിൽ അനേകം ജാഗരണത്തിൽ, നൈറ്റ് വിജിൽ നടത്തിയ അനേകം ജാഗരണത്തിൽ, വിഷമസന്ധികളിലൊക്കെ ഞാൻ ജീവിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. പൗലോസിനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുക. ഈ 40 ദിനങ്ങൾ സാധിക്കുന്നവരൊക്കെ ഇഷ്ടപ്പെട്ട ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വർജിക്കുക. ഡാനിയേൽ ചെയ്തതുപോലെ ചിലർ മാംസം വർജിക്കുക, അല്ലെങ്കിൽ ചിലർ മുട്ട വേണ്ടാന്ന് വെക്കുക. നമുക്ക് സന്തോഷം തരുന്ന ചില വിനോദങ്ങൾ ഉപേക്ഷിക്കുക. അങ്ങനെ അല്പം പരിത്യാഗമെടുത്ത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ബഹുമാനപ്പെട്ട വന്യ വൈദികരും എല്ലാ കുടുംബത്തിനും, അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ച്, എൻ്റെ യുവജനങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങളെ മക്കളെ നിങ്ങളെല്ലാം ഒരുമിച്ച്, നമുക്കൊരുമിച്ച് കർത്താവിനോട് ചേർന്ന് അമ്മമാതാവിൻ്റെ കരം പിടിച്ച് സ്വർഗത്തിന് നിലവിളിക്ക് ഉത്തരം നൽകുവാൻ, സ്വർഗത്തിൻ്റെ കണ്ണുനീരിനെ മറുപടി നൽകുവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നമുക്ക് ഈ കാലഘട്ടത്തെ വിവേചിച്ച് പ്രാർത്ഥിക്കാനായിട്ടൊരുങ്ങാം. ജൂൺ 29 മുതൽ ആരംഭിക്കുന്ന പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഏറെ സ്നേഹത്തോടെ എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അഭിനന്യ പിതാക്കന്മാരും വന്യവൈദികരും അൽമായ ശുശ്രൂഷകരൊക്കെ ചേർന്ന് വരുന്ന ശുശ്രൂഷ നമുക്ക് വളരെ ഗൗരവത്തോടെ ഈ കാലഘട്ടത്തിൽ ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. അനേകരോട് നിങ്ങൾ പറയണ ശുശ്രൂഷ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാവരെയും അറിയിച്ച് 10,000 ജനലക്ഷങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യും. അത് അമ്മമാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഒരുപാട് സന്തോഷം തരും. അത് നമ്മുടെ കർത്താവ് ഈശോയുടെ മുറിപ്പെട്ട പരിശുദ്ധ ഹൃദയത്തിന് ഒരുപാട് ആശ്വാസം നൽകും. അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പൊന്നുമക്കളായി നമുക്ക് മാറാം, ജീവിക്കാം. അതിനായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം നിങ്ങൾ ഷെക്കേന ഈ ടെലിവിഷന് വേണ്ടി, മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇത് DTH പ്ലാറ്റ്ഫോമിലേക്ക് വരണം. ഇനി ഒത്തിരി പേർക്ക് കേരളത്തിന് പുറത്തുള്ളവർക്കും കേരളത്തിലുള്ള DTHകളിലുള്ളവർക്കൊന്നും ഷെക്കേന ടെലിവിഷൻ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ കാണണം. അനേകർ ഓരോ ദിവസം ഈ ഓഫീസിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ലഭ്യമാകണം. അപ്പോൾ നിങ്ങൾ തന്നെ, ഇത് കിട്ടാത്തവർ നിങ്ങൾ തന്നെ അവരെ കോൾ സെൻറ്ററിലേക്കും അതുപോലെ അവരുടെ നോഡൽ ഓഫീസേഴ്സിനെയൊക്കെ വിളിച്ച് അതിൻ്റെ പ്രൊമോ ടെലിവിഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവർക്ക് വിളിച്ച് നിങ്ങൾ നിർബന്ധപൂർവ്വം പറയണം ഞങ്ങൾക്ക് ഷെക്കേന ടെലിവിഷൻ വേണമെന്ന്. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം ഈ 40 ഡേയ്സ് കഴിയുമ്പോഴേക്കും ഏതെങ്കിലും DTH പ്ലാറ്റ്ഫോമിൽ നമുക്ക് കയറാൻ ദൈവം ഇടം നൽകും. ഹല്ലേലൂയ. ഈശോയെ നന്ദി. അതുപോലെ ഇതിൻ്റെ നടത്തിപ്പ് ആവശ്യങ്ങൾ സാധിക്കുന്നവർ നിങ്ങൾ വിധവയുടെ കൊച്ചു കാശ് പോലെ ഈ മാധ്യമ ശുശ്രൂഷ സഹായിക്കണം. ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എങ്കിലും ഈശോ വിശ്വസ്തയോടെ പരിപാലിക്കുന്നു. അനേകരുടെ സ്നേഹവും കരുതലും കൊണ്ട് അതിൽ ഒരുവനും ഒരുവളായി മാറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വലിയൊരു സന്തോഷവും ഞങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങും സഹായവുമായിരിക്കും. ഈശോയുടെ നാമത്തിൽ ഏറെ സ്നേഹത്തോടെ ഇതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ, നടത്തിപ്പ് ആവശ്യങ്ങളിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ചോദിക്കുകയാണ്. സാധിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ വലത് കയ്യിൽ ജപമാലയുണ്ടെങ്കിൽ ജപമാല എടുത്ത് പിടിച്ച് ഈ 40 ദിനങ്ങളിലെ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയുടെ വലിയ അഭിഷേകത്തിന് കൃപയ്ക്ക് വേണ്ടി അമ്മമാതാവിനോട് ചേർന്ന് 3 പ്രാവശ്യം ആവേ ആവേ നമ്മൾ ആ പാടുന്ന ആ വരികൾ പാടി നമ്മൾ മറ്റേ ഈരടികൾ മോനെ നമുക്ക്
ആവേ ആവേ. ആ വരികൾ പാടി എല്ലാവരും വലത് കരത്തിൽ ജപമാല പിടിച്ച് ഈ 40 ദിനങ്ങളിലെ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷ അമ്മ മാതാവിന് വിമല ഹൃദയം വഴി പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിച്ച് ജനലക്ഷങ്ങൾ പങ്കെടുത്ത് അനേകരുടെ മാനസാന്തരത്തിന്, അനേകരുടെ അനുതാപത്തിനും ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന്, തിരുസഭയുടെ വളർച്ചയ്ക്കുമായി ഈ ശുശ്രൂഷ ഉപകരിക്കപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആവേ ആവേ അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. സ്നേഹത്തോടെ വിളിച്ച് ആവേ മരിയ, ആവേ 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 അമ്മേ അമ്മേ അമലേ അമലേ മരിയേ. അമലേ അമലേ മരിയേ. ആമേൻ. ആമേൻ. 40 ദിനങ്ങളിൽ നമ്മൾ കുറേ കൂടി പരിത്യാഗമെടുത്ത് ഇഷ്ടപ്പെട്ട ചില ഭക്ഷണങ്ങളൊക്കെ വർജിച്ച് അല്പം കൂടിയും ചില സഹനങ്ങളും ത്യാഗങ്ങളൊക്കെ ഏറ്റെടുത്ത് അനേകരുടെ മാനസാന്തരത്തിനും ആത്മരക്ഷയ്ക്കുമായതെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ഈ ശുശ്രൂഷയെക്കുറിച്ച് ഒരിക്കൽ കൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളെല്ലാവരും പറയുക, ഒരു കുടുംബമായി ജൂൺ 29 മുതൽ രാത്രി എല്ലാ ദിവസവും രാത്രി 9 മുതൽ 10:30 വരെ നമുക്ക് ഒരുമിച്ച് ഷെക്കേന ഈ ചാനലിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.